ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. ജയ രാധാമാധവ പട. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന പ്രജനരഞ്ജന. ജയ യശോദാനന്ദന പ്രജനരഞ്ജന. യമുനാതിരാവനചാരി ജയ യമുനാതിരാവനചാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ യശോദാനന്ദന ജയ ഭജ ജനരഞ്ജന. യമുനാതിരാവനചാരി യമുനാതിരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ. ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ്. ജയ ജയ ജഗന്നാഥ്. ജയ ജയ രാധ മാധവ് ജയ ജയ രാധ മാധവ്. ജയ ജയ രാധ മാധവ്. ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം. ജയ കൃഷ്ണ ബലറാം. ജയ ജയ ഗൗരനിതായ് ജയ ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് ശ്രീല പ്രഭുപാദ്. ജയ ജയ പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ബുധലെ ശ്രീമതേ മഹാവിഷ്ണുസ്വാമി നമനെ. നമ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ബുധലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണി. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും ഒരിക്കൽ കൂടി സാദര പ്രണാമം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ശ്ലോകം 1:9:47, അതായത് 1-ാം സ്കന്ധം 9-ാം അധ്യായം 47-ാം ശ്ലോകമാണ്. അത് ഞാൻ വായിക്കാം ഇപ്പോൾ ഒരു പ്രാവശ്യം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ശ്ലോകം. തുഷ്ടുവോർമുനയോ ഹൃഷ്ടാ കൃഷ്ണം തദ് ഗുഹ്യനാമഭി. തതസ്തേ കൃഷ്ണഹൃദയാ സാശ്രമാൻ പ്രയയൂ പുനഃ. തുഷ്ടുവോർമുനയോ ഹൃഷ്ടാ കൃഷ്ണം തദ് ഗുഹ്യനാമഭി.
തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയയൂ പുനഃ. തുഷ്ടുവോർമുനയോ ഹൃഷ്ടാ കൃഷ്ണം തത് ഗുഹ്യനാമവി. തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയയൂ പുനഃ. ശബ്ദാർത്ഥം നോക്കാം. തുഷ്ടുവോ സംതൃപ്തനായി, മുനയ വ്യാസദേവൻ നേതൃത്വം വഹിക്കുന്ന മഹാമുനിമാർ, ഹൃഷ്ട എല്ലാവരും സന്തോഷഭരിതരായ അവസ്ഥയിൽ, കൃഷ്ണം ശ്രീകൃഷ്ണ ഭഗവാന്, പരമദിവ്യോത്തമ പുരുഷന്, തത് അദ്ദേഹത്തിന്റെ അതായത് ഭഗവാന്റെ, ഗുഹ്യ അതീവ രഹസ്യമായ നാമഭി അദ്ദേഹത്തിന്റെ ദിവ്യനാമം മുതലായവയാൽ, തതഹ പിന്നെ, തേ അവർ, കൃഷ്ണ ഹൃദയ ശ്രീകൃഷ്ണ ഭഗവാനെ സദാ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ, സ്വ ആശ്രമാൻ അവരവരുടേതായ ആശ്രമത്തിലേക്ക് പ്രയയു മടങ്ങി, പുനഃ വീണ്ടും. ശീല പ്രഭുപാദർജിക്ക് ജയ്. ഭാവാർത്ഥവും വിവർത്തനവും. ഹരേ കൃഷ്ണ. വിവർത്തനം. അവിടെ സന്നിഹിതരായിരുന്ന എല്ലാ ശ്രേഷ്ഠ ഋഷിമാരും രഹസ്യമായ മന്ത്രങ്ങളാൽ കൃഷ്ണ ഭഗവാനെ പുകഴ്ത്തി, അനന്തരം എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ സദാ അവരുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവരവരുടേതായ ആശ്രമത്തിലേക്ക് മടങ്ങി. ഭാവാർത്ഥം. ഭഗവത് ഭക്തർ സദാ ഭഗവാനെ ഹൃദയത്തിലും ഭഗവാൻ സദാ ഭക്തരുടെ ഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നു. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഇമ്പപ്രിയ ബന്ധമാണത്. നിഷ്കളങ്ക പ്രേമത്താലും ഭക്തിയാലും ഭക്തർ ഭഗവാനെ അവരവരുടെ ഹൃദയത്തിനുള്ളിൽ സദാ ദർശിക്കുന്നു. ഭഗവാന് യാതൊന്നും തന്നെ പ്രവർത്തിക്കേണ്ടതായും കാക്ഷിക്കേണ്ടതായും ഇല്ല. എങ്കിലും അദ്ദേഹം സദാ തന്റെ ഭക്തരുടെ ക്ഷേമത്തിനായി നിർബാധം പ്രവർത്തിക്കുന്നു. സാമാന്യ ജീവാത്മാക്കൾക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിപ്രവർത്തനങ്ങൾക്കും പ്രകൃതി നിയമങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹം തന്റെ ഭക്തരെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ സദാ ഉത്സുകനാകുന്നു. ആകയാൽ ഭക്തർ ഭഗവാന്റെ നേരിട്ടുള്ള പരിരക്ഷണത്തിലാകുന്നു. മാത്രവുമല്ല, ഭഗവാനും തന്റെ ഭക്തരുടെ മാത്രം ശുശ്രൂഷയിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വ്യാസദേവൻ നേതൃത്വം നൽകുന്ന എല്ലാ മുനിമാരും ഭഗവത് ഭക്തരാകുന്നു. ആയതിനാൽ അവിടെ സന്നിഹിതനായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്താനായി അവർ ശവസംസ്കാര കർമ്മത്തിന് ശേഷം വേദമന്ത്രങ്ങൾ ഉരുവിട്ടു. എല്ലാ വേദമന്ത്രങ്ങളും ഭഗവാനെ സംപ്രീത ആക്കുവാനാണ്. ഈ വസ്തുതയെ ഭഗവത്ഗീത 15:15 അതായത് 15-ാം അധ്യായം 15-ാം ശ്ലോകത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും വേദാന്തങ്ങളും ഭഗവാനെ മാത്രമാണ് അന്വേഷിക്കുന്നത്. എല്ലാ മന്ത്രങ്ങളും പ്രകീർത്തിക്കുന്നതും അദ്ദേഹത്തെ മാത്രമാകുന്നു. ആകയാൽ മുനിമാർ ഉദ്ദേശലക്ഷ്യത്തിന് അനുയോജ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അവരവരുടേതായ ആശ്രമത്തിലേക്ക് സന്തോഷഭരിതരായി മടങ്ങുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതഭഗതകമലം ശ്രീഗുരൂൻ വൈഷ്ണവാൻ ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ഗരിതാ ശ്രീവിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ
ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും ഒരിക്കൽ കൂടി പ്രണാമം. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഹരേ കൃഷ്ണ. ക്ലിയർ ആണല്ലോ? ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈ ഭീഷ്മദേവന്റെ ദേഹവിയോഗത്തെ പറ്റിയുള്ള ആ അവസരത്തിൽ അവിടെ കൂടിയിരുന്ന മുനിമാരെ പറ്റിയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വിയോഗ സമയത്ത് സന്നിഹിതനായ ഭഗവാൻ കൃഷ്ണനെ പറ്റിയും അതുപോലെ തന്നെ ശ്രേഷ്ഠ വ്യക്തികളായി അവിടെ കൂടിയിരുന്ന എല്ലാവരെ പറ്റിയുമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വിവർത്തനത്തിൽ പറയുന്നത് അവിടെ സന്നിഹിതനായിരുന്ന എല്ലാ ശ്രേഷ്ഠ ഋഷിമാരും രഹസ്യമായ മന്ത്രങ്ങളാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പുകഴ്ത്തി അനന്തരം എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ സദാ അവരുടെ ഹൃദയത്തിൽ ഒഴിച്ചുകൊണ്ട് അവരവരുടേതായ ആശ്രമത്തിലേക്ക് മടങ്ങി. അപ്പൊ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വരുമെന്നും അങ്ങനെ ഭീഷ്മദേവൻ എന്തൊക്കെയാണ് ഭഗവാനെ പറ്റി പറയുന്നതും ഒക്കെ എന്ന് എല്ലാം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ ഋഷിമാരും, അതായത് ദേവ ഋഷികളായാലും ശരി, ബ്രഹ്മ ഋഷികളായാലും ശരി, അതുപോലെ രാജഋഷികളായാലും ശരി, എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. അപ്പം ആ ഭീഷ്മദേവന്റെ ദേഹവിയോഗത്തിന് ശേഷം അതിന് വേണ്ടുന്ന ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം അവരെല്ലാം അവരുടെ സ്ഥലത്തേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഈ ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ പ്രഭുപാദർജി പറഞ്ഞിരിക്കുന്നത്. ഭീഷ്മദേവന്റെ ദേഹവിയോഗത്തിന് ശേഷം ഉദകക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം അവിടെ കൂടിയിരുന്നവരെല്ലാം അവരവരുടെ സ്ഥാനത്തേക്ക് പോയി. ഇത്രയാണ് ഇതിന്റെ ചുരുക്കം. ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ എല്ലാവരും അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. എല്ലാവരും എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ ഋഷികൾ ഒക്കെ തന്നെ. അതുപോലെ തന്നെ എല്ലാവരും കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ആരൊക്കെയാണ് അവിടെ എത്തിയത്, ഏതെല്ലാം വിധത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നെന്നും അവരുടെയൊക്കെ ഗുണങ്ങളെയൊക്കെ പറ്റി നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാണ്. ഭീഷ്മദേവന്റെ ശരീരവിയോഗം നടക്കുന്ന ദിവസത്തെ പറ്റി അന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അത്രയ്ക്ക് ശ്രേഷ്ഠ വ്യക്തിയായിരുന്നല്ലോ ഭീഷ്മദേവർ. ഭീഷ്മദേവർ ആരായിരുന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. വസുക്കളിൽ ഒരായിരുന്നു മുൻജന്മത്ത്. ഇന്ന് കുരുവംശത്തിന്റെ ശ്രേഷ്ഠ പിതാമഹനാണ്, വില്ലാളി വീരനാണ്, ഗംഗായുടെ പുത്രനാണ്, ശന്തനു മഹാരാജാന്റെ പുത്രനാണ്. അങ്ങനെയൊക്കെയുള്ള മഹാശ്രേഷ്ഠ കാര്യങ്ങളൊക്കെ അറിയാം. തന്നെയല്ല, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ഇച്ഛാനുസരണം മാത്രമേ ജീവൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും വെടിയാൻ സാധ്യമാകുകയുള്ളായിരുന്നു. അതിന് വരം കിട്ടിയിരുന്നു, സ്വന്തം അച്ഛന്റെ വരം കിട്ടിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ശ്രേഷ്ഠനായ വ്യക്തിയുടെ അത് മാത്രമല്ല ശുദ്ധഭക്തൻ ആയിരുന്നു. അപ്പൊ ആ ശുദ്ധഭക്തന്റെ വിയോഗ സമയത്ത് അദ്ദേഹം ഭഗവാനെ പറ്റി എന്ത് പറയും എന്ന് കേൾക്കാനായിട്ട് വേണ്ടി മാത്രമാണ് അവിടെ എല്ലാം ആളുകളൊക്കെ കൂടിയത്. തന്നെയല്ല, ഈ അവസരത്തിൽ പാണ്ഡവരും അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എത്തുമെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് എല്ലാവരും അവിടെ എത്തുന്നതും ഒക്കെ തന്നെ. ശ്രേഷ്ഠഭക്തനായ ഭീഷ്മദേവൻ മരണത്തിന് മുമ്പേ എല്ലാവരും മരിക്കുന്ന സമയത്ത് അവരുടെ ഇച്ഛ പറയാൻ പറ്റും. അതായത് ഭക്തന്മാരാണെങ്കിൽ പ്രത്യേകിച്ചും ആ സമയത്ത് നമ്മൾ എന്ത് കാര്യമാണോ പറയുന്നത് അതനുസരിച്ച് നമുക്ക് അടുത്ത ജന്മത്തിൽ പെരുമാറാൻ പറ്റും, അല്ലെങ്കിൽ പുനർജന്മം ഇല്ലാതിരിക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മുടെ ശാസ്ത്രം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സമയത്ത് ഭഗവാൻ എന്നോട് ഭീഷ്മദേവർ എന്ത് പറയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എല്ലാവരും കൂടിയിരുന്നത്. ദേവർഷികളും ബ്രഹ്മർഷികളും ഒക്കെ അവിടെ എത്തിയിരുന്നു. അവരിൽ ഭരദ്വാജ് മഹർഷി ഉണ്ടായിരുന്നു. പ്രത്യേകം പറയാം, ഇവരൊക്കെ ഓരോ
മറ്റുള്ളവരെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ പുസ്തകങ്ങൾ വായിച്ചാണ്, ഇതും പഠിച്ചതാണെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ഗുണം അവർക്ക് ഉള്ളത്, അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വേണ്ടി ആ ഭരദ്വാജ് മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രാമന്റെ കാലത്തും ശ്രീരാമ ഭഗവാന്റെ കാലത്തും ഇപ്പോഴും അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ലീലാ സമയത്തും ഭീഷ്മദേവന്റെ ശ്രീരാമചന്ദ്രന്റെ ലീലാ സമയത്തും അതുപോലെ തന്നെ കൃഷ്ണന്റെ ലീലാ സമയത്തും ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഭീഷ്മദേവന്റെ ഗുരുവായ ഭഗവാൻ പരശുരാമനും ഉണ്ടായിരുന്നു അവിടെ. ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട്, മരണസമയത്ത് അദ്ദേഹത്തിനായിട്ട് കാണാൻ വേണ്ടി. അതിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവര് തമ്മിലെ ഒരു യുദ്ധം, ഗുരുവൻ ശിഷ്യനും കൂടെ ഒരു ഭയങ്കര യുദ്ധം നടന്നിരുന്നു ഒരു സമയത്ത്. അതെന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അംബയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഭീഷ്മദേവൻ ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുവരികയും അപ്പൊ അവിടുന്ന് അവർക്ക് ഉണ്ടായ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഈ സത്യവതിയുടെ 2 പുത്രന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ആഗ്രഹം വേറെ ഒരു രാജാവുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ പോകണം, അതുകൊണ്ട് ഇവിടെ കല്യാണം കഴിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യം നിരാശ കൊണ്ട്, അതായത് ഇവിടെ ഭീഷ്മദേവർ അവരെ അംബികയെ ബലാത്കാരമായി ഇവിടെ കൊണ്ടുവന്ന കാരണത്താൽ അതിന്റെ പ്രതിനിധി ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് പരശുരാമന്റെ അടുത്ത് അംബ പോയി പറയുന്നതും, അവിടെ വന്നിട്ട് അംബ പറഞ്ഞനുസരിച്ച് ഭീഷ്മദേവരോട് പറയാൻ വേണ്ടി പറയുമ്പോൾ ഭീഷ്മദേവർ അതനുസരിക്കാതിരിക്കുകയും അതിനു വേണ്ടിയിട്ടാണ് യുദ്ധം ഉണ്ടായത്. കഥകളൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് വിശദീകരിച്ച് പറയുന്നില്ല. ആ വിഭാഗത്തെ സംബന്ധിച്ചായിരുന്നു ആ യുദ്ധം നടന്നത്. പിന്നെ വ്യാസദേവനും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുഖദേവൻ മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ബ്രഹ്മരാജൻ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മരാജൻ എന്ന് പറയാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ 16 വർഷം കഴിയുന്നു. ആ 16 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഭൂമിയിലേക്ക് വരാൻ മടിച്ചു. കാരണം തിരക്കിയപ്പോൾ അദ്ദേഹത്തിന് മായ കടന്നുകൂടും, അല്ലെങ്കിൽ മായയ്ക്ക് അടിമയായി പോകും എന്നുള്ള വിചാരം കൊണ്ട് വെളിയിൽ വരാതിരുന്നു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് വന്ന് അദ്ദേഹത്തിന് ഭൂജാതനാക്കുകയാണ് ചെയ്തത്. അത് മായയുടെ ഉപദ്രവം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭൂജാതൻ ആക്കി. അതുകൊണ്ടാണ് ബ്രഹ്മജാതൻ എന്ന അദ്ദേഹത്തിന് പേര് കിട്ടിയത്. ബ്രഹ്മരാജൻ എന്ന് പേര് കിട്ടി. അപ്പൊ അതിന്റെ ബ്രഹ്മരാജൻ എന്നുള്ള പേര് കിട്ടാനുള്ള കാര്യവും ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഭാഗവതത്തില്. അതുപോലെ തന്നെ ദേവർഷിയായിരുന്ന ബൃഹസ്പതി അവിടെ എത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ശ്രേഷ്ഠരായ ഋഷിമാരൊക്കെ തന്നെ ദേവലോകത്തുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ ഭൂലോകത്തുള്ളവരും അങ്ങനെ നാനാ ഭാഗത്തുള്ള വ്യക്തികളും ശ്രേഷ്ഠ വ്യക്തികളായ മഹർഷിമാരും വ്യക്തികളും ഒക്കെ അവിടെ എത്തിയിരുന്നു. അപ്പൊ അങ്ങനെ വന്നവരെല്ലാം തന്നെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഇരുന്നു. ഒരാള് നമ്മുടെ ശൃണ്ണതാം സുഖതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന, ഭക്തർക്ക് കൃഷ്ണനാമം കേൾക്കാനുള്ള ആകാംക്ഷ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെയുള്ള സമയത്തൊക്കെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും ഭക്തന്മാരൊക്കെ തന്നെ ഏതവസരത്തിലും കൃഷ്ണനാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യാറുള്ള ശുദ്ധഭക്തന്മാർ. അങ്ങനെ അവിടെ കൂടിയ എല്ലാവരും, അതായത് ഇതൊരു സ്ഥലം എവിടെയാണെന്നറിയാമല്ലോ, ഇത് കിടക്കുന്നത് കുരുക്ഷേത്രത്തിലാണ് കിടക്കുന്നത്. യുദ്ധം തുടങ്ങിയപ്പോഴല്ല, അദ്ദേഹത്തിന് അർജുനൻ വീഴ്ത്തിയതിന് ശേഷം 58 ദിവസമാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ ശരശയ്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശയ്യ ഉണ്ടാക്കിയത്, അത് കിടക്ക ഉണ്ടാക്കിയത്
ശരത്തിന്റെ മുകളിൽ, അതായത് ശരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഏത് വീഴ്ത്തിയപ്പോൾ അവിടെ ഉണ്ടായ, അതായത് നിലത്ത് തൊടാതെ അമ്പിന്റെ മുകളിൽ തന്നെയാണ് അദ്ദേഹം കിടക്കുന്നത്. പറയുന്നത് 58 ദിവസം അദ്ദേഹം അവിടെ കിടന്നു നോക്കണം. എന്തുമാത്രം വിഷമങ്ങൾ അദ്ദേഹം, എന്തുമാത്രം വേദന അദ്ദേഹം സഹിച്ചിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ആ കുരുക്ഷേത്ര ഭൂമി, അത് ആ കുരുക്ഷേത്ര ഭൂമിയെ പറ്റി പറയുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഭൂമിയാണ് കുരുക്ഷേത്രം. കുരുക്ഷേത്രം മാതിരിയുള്ള പുണ്യക്ഷേത്രം എവിടെ ലഭിക്കുമെന്ന് നമ്മുടെ ഭാഗവതത്തിൽ ചോദിക്കുന്നുണ്ട്. ഉത്തരായണം പോലുള്ള മഹാപ്രയാണ സമയം. ഉത്തരായണം സാധാരണ ഉണ്ടാകുന്ന ഉത്തരായനം ദക്ഷിണായനം മാതിരിയല്ല, കാലത്തിന്റെ പ്രയാണത്തിലുണ്ടായ ആ ഉത്തരായണം, ആ സമയത്ത് അത് വളരെ ശ്രേഷ്ഠമായ കാലമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ഭഗവാന്റെ സാന്നിധ്യവും. അങ്ങനെ പ്രധാനപ്പെട്ട ഈ 3 സംഭവങ്ങളും ഒരേ മാതിരി, ഒരേ സമയത്ത്, ഒരേ സ്ഥലത്ത്, അത് ഈ പുണ്യക്ഷേത്രത്തിൽ തന്നെ ഉത്തരായണ കാലം, അതുപോലെ തന്നെ ഭഗവാന്റെ സാന്നിധ്യം, ഇത് 3ഉം കൂടെ ലഭിക്കുന്നത് എത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ആ കാലത്തെപ്പറ്റി ഭഗവാൻ അവിടെ കൂടിയിരുന്നവരെല്ലാം വർണ്ണിക്കുന്നുണ്ട്. ശുദ്ധഭക്തന്മാരെ ഭഗവാൻ എപ്പോഴും സംരക്ഷിക്കുന്നു. ഇത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്. ഏത് സമയത്തും ശുദ്ധഭക്തന്മാർ എങ്ങനെ അവരാഗ്രഹിക്കുന്നോ, അവരാഗ്രഹിക്കുന്ന വിധത്തിൽ ശുദ്ധഭക്തന്മാരെ ഭഗവാൻ സംരക്ഷിക്കുന്നുണ്ട്. സമോ അഹം സർവഭൂതേഷു നാമേ ദേഷ്യോസ്തി ന പ്രിയ യേ ഭജന്തി തു മാം ഭക്ത്യാ മയിതേഷ്യ ചാപ്യഹം എന്ന് ഭഗവത്ഗീത 9:29 പറയുന്നുണ്ട്. അതായത് ഭഗവാൻ അങ്ങനെ പ്രത്യേകിച്ച് അത് എന്തുവാ ഒരു അതിന് ഒരു അറ്റാച്ച്മെന്റ് പ്രത്യേകിച്ച് ഒരാളിനോട് ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആരോടും അസൂയയില്ല. പക്ഷേ എല്ലാ സമയത്തും ഭക്തിപരസര എന്നെ ആരാണ് സേവിക്കുന്നത്, അവർ എൻ്റെ സുഹൃത്തും ഞാൻ അവരുടെ സുഹൃത്തുമാണ്. പക്ഷാഭേദം ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവരും ഒരേമാതിരി സമത്വത്തോടെയാണ് ഞാൻ നോക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെ ഭക്തിപൂർവം, അതായത് ബഹുമാനപൂർവ്വം എന്നെ എപ്പോഴും ആരാണോ ആരാധിക്കുന്നത്, എന്നെപ്പറ്റി ആരാണ് എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത്, ആ വ്യക്തികളോട് എനിക്ക് പ്രത്യേകിച്ചൊരു സ്നേഹം ഉണ്ട്. അതേമാതിരി ഭീഷ്മർ ദൈവത്തിൻ്റെ പ്രത്യേക അനുഭവം, പ്രത്യേക കാരുണ്യം ലഭിച്ച വ്യക്തിയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കൃഷ്ണൻ ആരോടെയും പ്രത്യേകിച്ച് സ്നേഹമില്ലെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ആരാണോ എന്നെ ഭജിക്കുന്നത്, കൃഷ്ണനെ ആരാണോ കൂടുതൽ സമയം ഭജിക്കുന്നത്, സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും അന്യ ചിന്തകളില്ലാതെയും സ്വാർത്ഥ താല്പര്യമില്ലാതെയും ഭഗവാനെ എപ്പോഴും ഭജിക്കുന്നവരാണോ അവർ എൻ്റെ സുഹൃത്തും എനിക്ക് പ്രിയപ്പെട്ടവരാണെന്നും പറയുന്നുണ്ട്. അവരെന്താഗ്രഹിച്ചാലും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുമെന്നും ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ കാര്യത്തെ പറ്റിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണിത്. ഭഗവാൻ അത്രയ്ക്ക് നമ്മളെയൊക്കെ തന്നെ തിരിച്ച് അദ്ദേഹത്തിന്റെ ധാമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, ഭഗവത് ധാമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാനും. അങ്ങനെ നമ്മൾ പല ശ്ലോകങ്ങളിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഏത് വിധത്തിൽ ഭഗവാൻ നമ്മളെ ഒരു മരത്തിന്റെ മുകളിൽ 2 പക്ഷികൾ ഇരിക്കുന്നതായിട്ടും 2 പക്ഷികൾ പരമാത്മാവും ജീവാത്മാവാണെന്നും ആ ജീവാത്മാവ് ശ്രദ്ധിക്കാതെ തൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏത് സമയത്ത് ഈ വ്യക്തി ഭഗവാനിലോട്ട് ശ്രദ്ധ ചെലുത്തുന്നുവോ ആ സമയം മുതൽ ഭഗവാൻ ആ ആത്മാവിനെ തൻ്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള സൗകര്യവും ബുദ്ധിയും ഒക്കെ കൊടുക്കും. അതായത് ഏത് സമയത്തും ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓരോ ജീവാത്മാവിനും ഭക്തിപൂർവം ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ അവരെ ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹവും വേണ്ടുന്ന ബുദ്ധിയും
അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളും ഒപ്പിച്ചു തരും, ഉണ്ടാക്കി തരും എന്ന് പറയുന്നു. എന്നെ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. അതായത് എന്നിൽ ശരണം പ്രാപിക്കുന്ന അനുസരിച്ച് ഏവർക്കും ഞാൻ പ്രതിഫലം നൽകുന്നു. അപ്പം ആരായാലും ശരി, നമ്മളൊക്കെ തന്നെ ഇങ്ങനെ ആരെയെങ്കിലും ശരണം പ്രാപിക്കാറുണ്ട്. നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് നമ്മൾ ആരെയെങ്കിലുമൊക്കെ ലോഹ്യം പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് സ്നേഹം നടിക്കാറുണ്ട്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് വ്യക്തിപരമായിട്ട് ആവശ്യങ്ങൾ അവരെ കൊണ്ട് നേടാനുണ്ടാവും. അല്ലാതെ ഒരു താല്പര്യമില്ലാതെ നമ്മൾ അങ്ങനെ ആരോടും സ്നേഹം ഉണ്ടാക്കുക എന്നുള്ളത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ടായെങ്കിൽ മാത്രമേ അവർ മറ്റൊരാളെ സ്നേഹിക്കുന്നുള്ളൂ. അതേസമയത്തും ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാനെ പ്രേമപൂർവ്വം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിഷ്കാമമായിരിക്കണം. യാതൊരു നമ്മളെ മനസ്സിൽ മറ്റുള്ള വിചാരങ്ങൾ, അതായത് എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ മകനെ രക്ഷിക്കണം, എനിക്ക് കൂടുതൽ പരീക്ഷയിൽ മാർക്ക് മേടിച്ചു കൊടുക്കണം കുട്ടികൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഭഗവത് ഭക്തൻ നിഷ്കാമമായിട്ടുള്ള ഭക്തിയായിരിക്കണം, ഭഗവാനായിട്ട് പ്രേമം, സ്നേഹപൂർവം. അതായത് ഗോപികമാർ എങ്ങനെ ഭഗവാനുമായിട്ട് പിഴയോ, ഗോപികമാരുടെ സ്നേഹം ഏതു വിധത്തിലായിരുന്നോ അതേമാതിരിയുള്ള സ്നേഹമാണ് ഭീഷ്മദേവരും ഭഗവാനുമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ എല്ലാ ഭക്തന്മാരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ നാമത്തിലും രൂപത്തിലും ഗുണത്തിലും യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നു. അതായത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ സാധാരണ ജീവിതത്തില് ഒരു വ്യക്തി സുഖമില്ലാതെ അല്ലെ മരണശയ്യയിൽ, അതായത് നമുക്ക് ഏതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി യാതൊരു രക്ഷയില്ലെന്ന് വരുന്ന സമയത്ത്, അത് ഇനിയും ജീവിക്കാനുള്ള ആശയില്ല എന്നുള്ള വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഭക്തന്മാരൊക്കെ കൂടിയിരുന്നുകൊണ്ട് നാമജപവും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ അവിടെ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഭഗവാന്റെ നാമത്തിനും രൂപത്തിനും ഗുണത്തിനും ഭഗവാനിൽ നിന്നും യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാന്റെ നാമം എവിടെ ജയിക്കുന്നോ അവിടെ ഭഗവാൻ ഉണ്ടാകും. എവിടെ ഭഗവാന്റെ രൂപങ്ങൾ വെച്ചിരിക്കുന്നു, അത് അമ്പലങ്ങളിൽ അർച്ചാവിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നു, അവിടെ ഭഗവാനുണ്ട്. അത് വിഗ്രഹം മാത്രമല്ല, ഭഗവാൻ തന്നെയാണ് അവിടെ എന്നുള്ളതാണ് പറയുന്നതിൻ്റെ അർത്ഥം. നാമത്തിലും രൂപത്തിലും ഗുണത്തിലും യാതൊരു, ഭഗവാന്റെ ഗുണം അറിയാം. അതുപോലെ ആ ഗുണമായാലും ശരി, അതും ഭഗവാനായിട്ട് തന്നെ മനസ്സിലാക്കണം എന്ന് പറയുന്നു. അതുകൊണ്ട് ഭഗവാനും ഗുണവും രൂപവും നാമവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. എത്ര ഭഗവാൻ ദയാലു ആണെന്നുള്ളത് തെളിയിക്കുന്നത് ഭഗവാന്റെ നാമം ദൃഢമായിട്ട്, അതായത് ദൃഢചിത്തതയോടുകൂടി, ശരിക്കും ആത്മാർത്ഥമായിട്ട് 3 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഈ നാമരൂപത്തിൽ തന്നെ പ്രത്യക്ഷമാകുകയും നമ്മുടെ ഉള്ളിലുണ്ട നമുക്ക് ചില മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഇല്ലാതാകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഭഗവതൻ തന്നെ പറയുന്നത് 3 പ്രാവശ്യം പ്രഭുപാദർജിയും ഇത് സമർത്ഥിക്കുന്നുണ്ട്, ശരിയാണെന്നുള്ളത്. പക്ഷെ നമ്മൾക്ക് ആ ലെവലിൽ എത്താനാണ് പ്രയാസം. അതായത് കൃഷ്ണന്റെ പേര്, നാമം 3 പ്രാവശ്യം ശരിയായ വിധത്തിൽ ജപിക്കുകയാണെങ്കിൽ ഭഗവാന്റെ നാമരൂപത്തിലുള്ള ഭഗവാൻ അവിടെ പ്രത്യക്ഷനാകുമെന്നും നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കും എന്നും പ്രഭുപാദർജിയും അതുപോലെ തന്നെ നമ്മുടെ ഭാഗവതവും പറയുന്നുണ്ട്. ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ, പല ജന്മങ്ങൾ കഴിഞ്ഞാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, ഇപ്പൊ നിലനിൽക്കുന്നത്. നമ്മൾ അന്ന് ആദ്യമായിട്ട് നമ്മുടെ ഭഗവാന്റെ അവിടുന്ന് ഈ ഭൂലോകത്തിൽ എത്തിയതിന് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു കാണും ഓരോ ജന്മങ്ങളും. നമുക്ക് ഇതുവരെ തിരിച്ചു പോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ജന്മങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു തീർത്തിട്ടുള്ള പാപങ്ങൾ എല്ലാ പാപങ്ങളും നശിച്ചെങ്കിൽ മാത്രമേ, അതായത് ഭഗവാന് ദൃഢനിശ്ചയത്തോടുകൂടി ഭഗവാന്റെ സേവനം ചെയ്തെങ്കിൽ
സേവ ചെയ്യാതെങ്കിൽ മാത്രമേ ഈ പാപങ്ങൾ ഇല്ലാതാകൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവിടെ പിന്നെ വേറെയും പറയുന്നുണ്ട്, ജന്മാന്തരങ്ങളായി പുണ്യകർമ്മങ്ങൾ ചെയ്ത് പാപത്തിൽ നിന്ന് മുക്തരായെങ്കിൽ മാത്രമേ ഈ ദൃഢനിശ്ചയത്തോടെ നമുക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കൂ എന്നും പറയുന്നുണ്ട്. അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 7:28 ശ്ലോകത്തിൽ അതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉണ്ടായിരുന്ന അപാപങ്ങൾ നശിക്കുമെന്നും ആ പാപങ്ങൾ ഇല്ലാതായെങ്കിൽ മാത്രമേ നമുക്ക് ദൃഢചിത്തത ഉണ്ടാകൂ, ഭഗവാനുമായിട്ട് അടുക്കാനുള്ള ദൃഢചിത്തത ഉണ്ടാകൂ എന്നും പറയുന്നു. അങ്ങനെ ദൃഢചിത്തത ഇപ്പൊ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഭഗവാന്റെ നമ്മുടെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മളിലുള്ള ആ പാപങ്ങളൊക്കെ ഇല്ലാതാക്കണം എന്നും ഭഗവത്ഗീതയിൽ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ടിയാണ് ഉപദേശിച്ചിരിക്കുന്നതെന്നും നമുക്കറിയാമല്ലോ. ഭീഷ്മദേവൻ തന്റെ പ്രാർത്ഥനയിൽ യുദ്ധക്കളത്തിൽ കണ്ട പാർത്ഥസാരഥിയെ പറ്റി പ്രകീർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമ്മളെല്ലാം പഠിച്ചതാണ്. അപ്പൊ ആ ഓരോ പദ്യത്തിന്റെയും അതിന്റെ വിവർത്തനത്തിൽ അതിനെപ്പറ്റി ഓരോ ക്ലാസ്സിലും പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹം എപ്പോഴും ആ യുദ്ധക്കളത്തിൽ എങ്ങനെയൊക്കെയായിരുന്നോ ഭഗവാന്റെ പ്രവർത്തനങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഓരോ ഭഗവാന്റെ ആ പാർത്ഥസാരഥി രൂപത്തിൽ ഉണ്ടായിരുന്ന ഭഗവാന്റെ ഓരോ പ്രവൃത്തിയെ പറ്റിയും അദ്ദേഹം ഭഗവാന്റെ രൂപങ്ങളെ പറ്റിയും ഭഗവാന്റെ കർമ്മങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം ആ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ വൃത്താന്തങ്ങളൊക്കെ തന്നെ, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠ കാര്യങ്ങളൊക്കെ തന്നെ, അദ്ദേഹത്തിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതെല്ലാം ഭീഷ്മദേവർ അദ്ദേഹത്തിന്റെ ഭീഷ്മ സ്തുതിയിൽ കൂടി നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതാണ് ഭാഗവതത്തില്. അതില് നമ്മുടെ ഈ അധ്യായത്തിൽ തന്നെ 24-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ടൊരു ശ്ലോകം: സ ദേവദേവോ ഭഗവാൻ പ്രതീക്ഷിത കളേവരം യാവതീതം ഹിനോമ്യം പ്രസന്ന സാരുണലോചന ഉല്ലസൻ മുഖാംബയോ ധ്യാനപദ ചതുർഭുജം. അദ്ദേഹം കൃഷ്ണ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്. കൃഷ്ണന്റെ ചതുർഭുജ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ശരീരം നിന്നും ആത്മാവ് പോകുന്നവരെയും ഭഗവാൻ അവിടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കൃഷ്ണന്റെ ചതുർഭുജ രൂപത്തിലുള്ള ആ രൂപം അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അതായത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ ഉപേക്ഷിക്കുന്നത് വരെ അവിടെ നിലനിൽക്കണം എന്ന് ഭീഷ്മദേവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചതുർഭുജ രൂപത്തെയാണ് അദ്ദേഹം ധ്യാനിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. കൃഷ്ണ ഭഗവാനോട് അപേക്ഷിച്ച മാതിരി തന്നെ കൃഷ്ണ ഭഗവാൻ ഈ 58 ദിവസവും അദ്ദേഹത്തിന്റെ പക്കൽ നിന്നുണ്ടായിരുന്നു. എന്നാൽ ചോദിക്കും, പാണ്ഡവരുടെ കൂടെയില്ലെന്ന്. ഭഗവാൻ വിചാരിച്ചാൽ എല്ലാം നടക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ പല കഥകളിൽ പഠിച്ചിട്ടുള്ളതാണ് കൃഷ്ണന്റെ കാര്യങ്ങൾ. ആ ഭഗവാൻ ഏതെല്ലാം വിധത്തിൽ എവിടെ, അതായത് ബ്രഹ്മവിമോഹന ലീല. അപ്പൊ ആ ലീലയിൽ കണ്ട് നമ്മൾ 1000 പശുക്കിടാവായിട്ടും ബാലകന്മാരായിട്ടും പശുവായിട്ടും ഒക്കെ അവിടെ ഭഗവാൻ ഇരുന്ന മാതിരി, അതേമാതിരി അതുപോലെ തന്നെ ഉത്തരായുടെ ഗർഭത്തിൽ നിന്നും പരീക്ഷത്തിനെ രക്ഷിക്കുന്ന സമയത്തും ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു, വെളിയിലും ഉണ്ടായിരുന്നു. അതെല്ലാം അറിയാം. കുന്തിയുടെ പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടതാണ് ഭഗവാൻ എവിടെയൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുള്ളത്. അപ്പൊ അതുപോലെ ഇവിടെയും ഭീഷ്മദേവന്റെ പരിസരത്ത് തന്നെ ഭഗവാൻ ഉണ്ടായിരുന്നു. ആ ചതുർഭുജ രൂപത്തിലുള്ള ഭഗവാൻ ആ 58 ദിവസവും അവിടെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതാണ് പ്രാർത്ഥിച്ചത്. ഭഗവാൻ എന്നോട് ശുദ്ധഭക്തൻ എന്തപേക്ഷിച്ചാലും അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ഭഗവാന്റെ ചുമതല തന്നെയാണ്. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങൾ നമുക്ക് ഈ നമ്മുടെ ഭാഗവതത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഭീഷ്മദേവന്റെ ഭക്തിയെ പറ്റി 2-3 പ്രാവശ്യം പറഞ്ഞതാണ്. ശുദ്ധഭക്തൻ അങ്ങനെ ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. നിഷ്കാമമായ ഭക്തി ഭീഷ്മദേവർക്കുണ്ടായിരുന്നു.
അത് കൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഭീഷ്മദേവന്റെ ഒരു കാര്യം അവിടെ യുദ്ധസമയത്ത് നടന്ന കാര്യം പറയാം. 18-ാം ദിവസം, അതായത് 18 ദിവസം യുദ്ധം കഴിഞ്ഞിട്ടും യാതൊരു അതിൻ്റെ പരിണാമം കണ്ടില്ല. പാണ്ഡവരെയും ജയിക്കുന്നില്ല, അതുപോലെ തന്നെ കൗരവരെയും ജയിക്കുന്നില്ല. എല്ലാവരും ഒരേമാതിരി ഈ 18 ദിവസം തുടർച്ചയായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അന്ന് അതൊക്കെ ഭീഷ്മരാണ് അതിൻ്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ദുര്യോധനൻ, അതായത് സ്വയം രാജാവായ ദുര്യോധനൻ അവിടെ ചെന്ന് ഭീഷ്മരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ കുറ്റപ്പെടുത്തുന്നു? ഉപ്പും ചോറും അസ്തനപുരത്തെ എന്റെ കഴിക്കുന്നു, എന്നിട്ട് പാണ്ഡവരെ കൊല്ലാൻ നിങ്ങൾക്ക് മടിയാണോ? ഭീഷ്മരോട് ചോദിക്കുന്നതാണ്. അത്ര ദേഷ്യപ്പെട്ടിട്ട്, അതായത് മനുഷ്യന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിൽ ദുര്യോധനൻ അവിടെ ചെന്ന് ഭീഷ്മരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭീഷ്മരെ പാണ്ഡവരെ എന്തുകൊണ്ട് വധിക്കുന്നില്ല? ഇത്ര 18 ദിവസം നമ്മൾ യുദ്ധം ചെയ്യുന്നിട്ട് സാധിക്കുന്നില്ലല്ലോ എന്ന്. അപ്പൊ നമുക്കറിയാം, ആ കഥയൊക്കെ അറിയാം, എല്ലാവർക്കും അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവിടെ ചെന്ന് ഇത്ര മോശപ്പെട്ട ഒരു ചോദ്യം ഭീഷ്മദേവരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ, ആ വ്യൂഹത്തിന്റെ എല്ലാ കൗരവരുടെ സൈന്യത്തിന്റെ നേതാവായിരുന്ന ഭീഷ്മരെയാണ് ഇത്ര ആക്ഷേപിച്ച് ദുര്യോധനൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ദുര്യോധന, ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എങ്കിലും ഞാൻ പാണ്ഡവരുടെ അവരെ കൊല്ലുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ 5 അമ്പ് പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ട്. ആ അമ്പ് കൊണ്ടാണല്ലോ അന്നത്തെ യുദ്ധം നടന്നത്, അമ്പും വില്ലും ഉപയോഗിച്ചാണല്ലോ. അപ്പൊ 5 അമ്പ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്. അത് ദുര്യോധന നീ കണ്ടോ? ഇതിന് എനിക്ക് അങ്ങനെ ഒരു പക്ഷപാതവും ഇല്ല. അവരെ ഇന്ന് തന്നെ ഞാൻ അവരെ എല്ലാവരെയും യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമ്പ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം യുദ്ധം നടക്കുമ്പോൾ ഈ അമ്പ് കൊണ്ട് ഇവരെ കൊല്ലാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പക്ഷേ ആ ദുര്യോധനൻ ഭീഷ്മരുടെ മേൽ അത്ര വിശ്വാസമില്ലാത്തത് കൊണ്ട് ദുര്യോധന ആ അമ്പുകൾ 5 മേടിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ 5 മേടിച്ച് കൊണ്ട് ദുര്യോധനന്റെ അവിടുത്തെ വെച്ചിട്ട് സൂക്ഷിക്കുന്നു. അതായത് അടുത്ത ദിവസം കൊണ്ട് ഭീഷ്മർ കൊടുത്തിട്ട് ഈ പാണ്ഡവരെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ പാണ്ഡവരുടെ കൂടെ ആരോ ഉള്ളത്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഭഗവാൻ ഇത് മനസ്സിലാക്കുന്നു. അപ്പൊ തന്നെ അർജുനനോട് പറഞ്ഞിട്ട് ഈ ദുര്യോധനന്റെ അടുത്ത് പോയി അമ്പ് അവിടുന്ന് വശത്താക്കുന്നു. കാരണം അർജുനൊരു വരം ദുര്യോധനൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ ഈ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടായിരുന്നു ദുര്യോധന. ആ ഉപയോഗത്തിന് ഒരു പ്രത്യുപകാരമായിട്ട് നീ എന്ത് ചോദിച്ചാലും തരാം എന്നുള്ള ഒരു വാക്ക് കൊടുത്തിരുന്നു. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നു, നീ പോയിട്ട് നീ നിനക്കന്ന് തരാമെന്ന് പറഞ്ഞിരുന്ന കാര്യം നീ വാങ്ങിട്ട് വരണം. എന്താന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ അർജുനൻ അവിടെ ചെല്ലുന്നു. അർജുനൻ ചെന്നിട്ട് ഈ ദുര്യോധനന്റെ പക്കൽ നിന്ന് അമ്പ് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെ ആ ഭക്തർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അവരുടെ കാര്യങ്ങളെല്ലാം കൃഷ്ണൻ തന്നെ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെ പിറ്റേന്ന് യുദ്ധ സമയത്ത് ഈ അമ്പ ഇല്ലായിരുന്നത് കൊണ്ട് അവരെ വധിക്കാനും പറ്റിയില്ല. പക്ഷേ ഭീഷ്മർ വിട്ടില്ല. ഭീഷ്മർ അന്ന് പ്രതിജ്ഞ എടുത്ത്, എന്താ പ്രതിജ്ഞ എടുത്തത്? ഇന്ന് ഞാൻ ഇവരൊക്കെ ശരിയായ രീതിയിൽ അവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഈ ഒന്നുകിൽ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ശബ്ദമുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ യുദ്ധം ചെയ്യുകയാണെങ്കിലും, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും ഞാൻ ഈ യുദ്ധം ആയുധം എടുക്കുകയില്ല എന്നൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ ഞാൻ തെറ്റിക്കും എന്നൊരു പ്രതിജ്ഞ അന്ന് ഭീഷ്മദേവർ പറഞ്ഞുകൊണ്ട് ആ യുദ്ധ സമയത്ത് അടുത്ത ദിവസത്തെ യുദ്ധത്തിന് ഭയങ്കരമായിട്ട് ഭയങ്കരം. അതായത് അർജുനന്റെ തേര് പൊളിക്കുന്നു, അർജുനന്റെ വില്ല് എടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു അവിടെ.
അർജുനൻ എന്ന് പറഞ്ഞാൽ വില്ലാളി വീരനാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഒരു വില്ലെടുത്തിട്ട് ഒരു അമ്പതിൽ തൊടുക്കാനുള്ള സമയം കൊടുക്കാതെ ഭീഷ്മദേവൻ അത്ര ശരവർഷം നടത്തുന്നു. അതിന് ശരവർഷം നടത്തി. അങ്ങനെ ശരവർഷം നടത്തുമ്പോൾ ഈ അമ്പൊക്കെ കൃഷ്ണന്റെ ദേഹത്തും കൊള്ളുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൃഷ്ണൻ ഈ അർജുനന് തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ വിചാരിച്ചു, ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഇതിന് പ്രതിവിധി കാണണമല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഭക്തനായ അർജുനൻ ഇവിടെ തോൽവി അടയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ആ രഥത്തിൽ നിന്നും അദ്ദേഹം താഴെ ചാടി ഇറങ്ങിയിട്ട് ഒരു ഉടഞ്ഞു കിടന്ന രഥത്തിന്റെ ചക്രവും എടുത്തിട്ട് ഭീഷ്മരെ കൊല്ലാനായിട്ട് അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ആ കൃഷ്ണന്റെ ശപഥം തെറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അർജുനൻ കാലെ പിടിച്ചിട്ട് പറയുന്നു, കൃഷ്ണ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിന്റെ ശപഥം ഓർമ്മയില്ലേ, അതുകൊണ്ട് ഈ സമയത്ത് ഈ ആയുധം എടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഭഗവാനെ ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ? ഭഗവാൻ ഇഷ്ടമുള്ളത് ചെയ്യുന്ന സമയത്ത് ആർക്കും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം ഉടനെ ഇറങ്ങി പോകുന്നത്. എങ്കിലും ആ സമയത്ത് തന്നെ ഭീഷ്മരുടെ ശരവർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തേക്ക് അമ്പ് തറയ്ക്കുന്നു. അതുപോലെ തന്നെ ആ ഉത്തരീയമൊക്കെ താഴെ വീഴുന്നു. ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ ആ കൃഷ്ണ ഭഗവാൻ ചക്രം എടുത്തുകൊണ്ട് ചെന്ന് നേരെ ഭീഷ്മരുടെ ഭീഷ്മരുടെ അടുത്തേക്ക് പായുകയാണ്. അപ്പം മന്ദഹസിച്ചുകൊണ്ട് ഭീഷ്മർ പറയാണ്, ഭഗവാനെ, അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്ക് വളരെ സന്തോഷം, അങ്ങയുടെ കൈകളാൽ മരിക്കുന്നതും എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കൈയും കൂപ്പി നിൽക്കുന്നതാണ്. അപ്പൊ അവിടെ അങ്ങനെ അതും എന്തിനു ശ്രീകൃഷ്ണൻ ചെയ്തു എന്ന് വെച്ചാൽ ഭക്തന്റെ വാക്ക്, ഭക്തന്റെ ആ ശപഥം നിറവേറ്റാൻ വേണ്ടിയിട്ട് മാത്രം. കാര്യം അന്ന് ഭീഷ്മർ വാക്ക് കൊടുത്തിരുന്നു, ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ പ്രതിജ്ഞ ഞാൻ ഇല്ലാതാക്കും എന്ന്. അപ്പൊ അങ്ങനെ ഭക്തപ്രിയനായ കൃഷ്ണൻ ഭീഷ്മ പിതാമഹന്റെ ആ പ്രതിജ്ഞയെ സഫലീകരിക്കാൻ വേണ്ടി അദ്ദേഹം തോറ്റുകൊടുക്കുകയാണ് അവിടെ ചെയ്തത്. അത്രയ്ക്ക് ഉദാര മനസ്കനാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇതിനെ പറ്റി ഭഗവാന്റെ ഭീഷ്മദേവന്റെ പ്രാർത്ഥനയിൽ ഇതേ ഒരു ശ്ലോകമുണ്ട്, നമ്മളെല്ലാം പഠിച്ചതാണത്. അങ്ങനെ ആ രഥചക്രം എടുത്തുകൊണ്ട് ഭഗവാന്റെ നേർക്ക് ഭീഷ്മദേവന്റെ അടുത്ത് വരുന്നത് ആ രൂപം അദ്ദേഹം ദർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം അതിനകത്ത് നമ്മൾ പഠിച്ചതാണ് ഇതെല്ലാം. അതുപോലെ ഓരോ സംഭവവും ഭഗവാന്റെ രൂപങ്ങളെ പറ്റിയും ഭഗവാന്റെ ആ കുറുനരകളെ പറ്റിയും ഭഗവാന്റെ കമലത്തിന്റെ ആ പ്രസന്നതയെ പറ്റിയും സൂര്യസമാനായിട്ട് കാണുന്നു എന്നൊക്കെയുള്ള ആ ശ്ലോകങ്ങളുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പല വിധത്തിലുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചതാണ് ഭാഗവതത്തിൽ. ഭക്തന്മാരുടെ ആഗ്രഹം എന്തോ അത് നിറവേറ്റുന്ന ഒരു ഉദാരമനസ്കനായ വ്യക്തിയാണ് ഭഗവാൻ എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഭീഷ്മദേവന്റെ ശരശയ്യയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ 58 ദിവസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. അവസാനമായിട്ട് ആ മരണ ദിവസം അദ്ദേഹവും പാണ്ഡവരും ഒക്കെ തന്നെ അവിടെ എത്തിച്ചേരുന്നു. അപ്പൊ ഭഗവാനും കൃഷ്ണ ഭഗവാനും ഭീഷ്മരുമായിട്ട് കൃഷ്ണ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ അവസാന സമയത്ത്, ഭക്തന്മാരുടെ അവസാന സമയം, അതായത് എന്ത് വിചാരിച്ച് മരിക്കുന്നോ ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് സഫലമാകും എന്നുള്ളത് കൊണ്ട് ഭീഷ്മദേവൻ ആ അവസാന സമയത്ത് ഭഗവാനെ പറ്റിയാണ് പ്രകീർത്തിച്ചു കൊണ്ടിരുന്നത്. ആ ശ്ലോകങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതുപോലെ അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം
ഉത്തരായണം വന്നു. ഭഗവാനുണ്ട് സ്ഥലത്ത്. ആ നല്ല സമയത്ത് അദ്ദേഹത്തിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നു. അതിനുശേഷം ഭീഷ്മദേവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ അവിടെ നടത്തുന്നു. ഭഗവാന്റെ നേതൃത്വത്തിൽ ധർമ്മപുത്രരുമുണ്ട്. അങ്ങനെ എല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്ന ഋഷിമാരും അതുപോലെ തന്നെ എല്ലാവരും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഇരുന്നു. ഋഷികളൊക്കെ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു. വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതിന്റെ കാര്യം നമുക്കറിയാമല്ലോ. ഭഗവാനെ അറിയുന്നതിന് വേണ്ടി, ഭഗവാനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വേദമന്ത്രങ്ങൾ. അവരൊക്കെ വേദമന്ത്രങ്ങൾ ജപിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം എല്ലാവരും ഭഗവാനെ തന്നെ അവരുടെ ഹൃദയത്തിൽ കയറ്റി വെച്ചുകൊണ്ട് അവരവരുടെ സ്ഥാനത്തേക്ക് അവരെല്ലാം തിരിച്ചു പോകുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ചുരുക്കം. പിന്നെ വിശദമായിട്ട് വിവരിച്ച് പറയാൻ ഒരുപാടുണ്ട്. അത് ഇപ്പൊ എന്തായാലും സാധ്യമല്ലാത്ത കാരണത്താൽ ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇതിന്റെ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്ന ഋഷിമാരും എല്ലാവരും ഭഗവാനെ നമിച്ചുകൊണ്ട് എല്ലാവരും അവരുടെ ഭാഗത്തേക്ക് തിരിച്ചുപോയി. ഹരേ കൃഷ്ണ. ഇത്രയാണ് ഈ ശ്ലോകത്തിലുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനിയും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും സദയം ക്ഷമിക്കുക. എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഒരു വിധത്തിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി ഇതേ കൂടി പറയാൻ ഇല്ല തൽക്കാലം. ഹരേ കൃഷ്ണ. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഇനിയും നിർത്താമല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കാറ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വളരെ നല്ല ക്ലാസ്. വളരെ നന്ദി പ്രഭുജി. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. താങ്ക് യു. ശീല പ്രഭുപാദർജി കി ജയ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. പ്രണാം. ഹരേ കൃഷ്ണ. എല്ലാവരും ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. മറ്റന്നാളാണ് ട്രിവാൻഡ്രത്തെ രഥയാത്ര. വൈകിട്ട് 3 മണിക്ക് PMG ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് ഈസ്റ്റ് ഫോർട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ സ്വാഗതനാൾ സംഘടിത സഭ വരെയാണ്. നാളെ ചപ്പൻഭോഗാണ്. രാവിലെ 11 മണിക്ക് കരമന ടെമ്പിളിൽ വെച്ചിട്ടാണ്. അഡ്രസ്സ് എന്തെങ്കിലും വേണമെന്നുള്ളവർ, ഗൂഗിൾ മാപ്പ് വേണമെന്നുള്ളവർ ചോദിച്ചാൽ മതി. അതുകൊണ്ട് നാളെയും മറ്റന്നാളും നമുക്ക് ക്ലാസ് ഇല്ല. എല്ലാവരും ദയവായി രഥയാത്രയ്ക്ക് പങ്കെടുക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്താലോ പ്രഭു? ക്ലോസ് ചെയ്യാമല്ലോ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.